നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തോട്, സ്വന്തത്തോട് പറഞ്ഞിട്ടുണ്ടോ, ഐ ക്യാൻ ഡു ദീസ്, എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന്? നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതല്ല, സ്വന്തത്തോട് നാം ഒരു പ്രവർത്തനം തുടങ്ങുമ്പോൾ അതിന്റെ മുന്നേ എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന്. അതാണ് അഫർമേഷൻ എന്ന് പറയുന്നത്, സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയ കാര്യം നമ്മുടെ ബ്രെയിനിനെ റീപ്രോഗ്രാം ചെയ്യുകയും വിജയത്തിലേക്ക് നടന്നെടുക്കാൻ നമ്മളെ സഹായിക്കുകയും നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ ആക്ടിനെയും അത് സ്വാധീനിക്കുകയും ചെയ്യും. നെഗറ്റീവ് തോട്ട്സ്, എനിക്കത് കഴിയില്ല, ഇതൊക്കെ എന്നെ കൊണ്ട് കഴിയുമോ, ഇതൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞതല്ലേ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട്, റീപ്ലേസ് ചെയ്തുകൊണ്ട് പോസിറ്റീവായ ചിന്തകൾ നിറയ്ക്കുകയും ഒരു കാര്യത്തിനിറങ്ങുമ്പോൾ എന്നെ കൊണ്ട് ഇതൊക്കെ കഴിയും, ഞാൻ അതിനൊക്കെ പ്രാപ്തനാണ് എന്ന രീതിയിൽ സ്വയം പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒന്നാണ്, നമ്മുടെ വിജയത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒന്നാണ് പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ അഫർമേഷൻ എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് ഈ വീഡിയോയിൽ നാം സംസാരിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നാം സംസാരിച്ചത് നമ്മുടെ ബ്രെയിനിനെ റീപ്രോഗ്രാം ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് വിഷ്വലൈസേഷൻ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തെ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടക്കുന്നതിനെ ത്വരിതപ്പെടുത്തുകയും അതിന് ശക്തി പകരുകയും നമ്മുടെ ബ്രെയിനിനെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് അത്തരം ചിന്തയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന മറ്റൊരു പവർഫുൾ ആയിട്ട് ടൂളാണ് അഫർമേഷൻ. ഈ അഫർമേഷൻ എന്ന് പറയുന്നത് നാം ഒരു കാര്യം ചെയ്യാൻ പ്രാപ്തനാണ് എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നാം ആ കാര്യം ചെയ്യാൻ പ്രാപ്തനാണ് എന്ന് ശക്തമായി, ശക്തിയോടുകൂടി നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു ടൂളാണ്. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ മസിലുകളെ പോലെയാണ്. നമ്മൾ അതിനെ ശക്തമാക്കുമ്പോൾ, നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ, പുഷപ്പ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെ ശക്തമാക്കാനും നമ്മുടെ മസിലുകളെ ശക്തിപ്പെടുത്താനും ഒക്കെയാണ്. എന്നതുപോലെ നമ്മുടെ ബ്രെയിനിനെ ശക്തിപ്പെടുത്താൻ, നമ്മുടെ ബ്രെയിനിലെ പുതിയ ന്യൂറൽ പാത്വേകൾ സൃഷ്ടിക്കാൻ, പുതിയ പുതിയ രീതിയിലേക്ക് നമ്മുടെ ബ്രെയിനിനെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പുഷപ്പ് പോലെയുള്ള എക്സസൈസ് ആണ് ഈ ഡെയിലി അഫർമേഷൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ പിന്നിലുള്ള സയൻസ്, ശാസ്ത്രം എന്ന് പറയുന്നത് നിരന്തരമായി നാം അഫർമേഷൻ നടത്തുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തെ എൻഗേജ് ചെയ്യിക്കുന്നു. അങ്ങനെ നമ്മളുടെ ആ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ്, അത് എൻഗേജ് ആകുമ്പോഴാണ് നമ്മൾ ഏതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ ബ്രെയിൻ തിരിച്ചറിയുന്നത്. ഒരു കാര്യത്തിനിറങ്ങുമ്പോൾ ഏത് കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യണമെന്ന് തിരിച്ചറിയുന്ന സിസ്റ്റമാണത്. ആ സിസ്റ്റത്തെ അത് ആക്ടിവേറ്റ് ചെയ്യുകയും എൻഗേജ് ചെയ്യുകയും നാം പറയുന്ന പോസിറ്റീവ് അഫർമേഷൻ ത്രൂ അതിനെ ഫിൽട്ടർ ചെയ്യുകയും അതിനെ പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് ബ്രെയിനിനെ ഫോക്കസ് ചെയ്യാൻ അത് സഹായിക്കുന്നു. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എല്ലാറ്റിനെയും ഫിൽട്ടർ ചെയ്തുകൊണ്ടാണ്. നമ്മുടെ മുൻകാല അനുഭവങ്ങൾ, നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന റിവാർഡുകൾ, നമ്മുടെ സന്തോഷങ്ങൾ എന്നൊക്കെ രീതിയിൽ ബ്രെയിൻ കാണുന്ന സന്തോഷം എന്ന് പറയുന്നത് നാം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന, നമുക്ക് ലഭിക്കുന്ന ചിന്തകളുമാണ്. അതുകൊണ്ടാണ് നാം സ്ട്രെസ്ഡ് ആകുന്ന സമയത്ത്, അല്ല എങ്കിൽ വെറുതെ വിരസമായി നിൽക്കുന്ന സമയത്തൊക്കെ ഫോണിലൊക്കെ അങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതിനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റി ലഭിക്കുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കുന്നു, അല്ല എങ്കിൽ നമ്മുടെ ആ വിരസത ഇല്ലാതായി പോകുന്നു എന്ന് ബ്രെയിൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അതൊരു നമ്മുടെ ഒരു സ്വഭാവമായി മാറിയത്. എന്നതുപോലെ ആ ഫിൽട്ടർ ചെയ്യുന്നത് നാം ഈ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ നാം അത് നിരന്തരമായി ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഫിൽട്ടർ ചെയ്യുന്നത് ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ്. അപ്പോൾ നമ്മുടെ തടസ്സങ്ങളെ കുറിച്ച് നമ്മുടെ ബ്രെയിൻ ആലോചിക്കില്ല, അതിലേക്ക് ഫോക്കസ് ചെയ്യില്ല. ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് എനിക്കിതിൽ വിജയിക്കാൻ കഴിയുക എന്നത് ബ്രെയിൻ തന്നെ നമുക്ക് കാണിച്ചു തരും. കാരണം ഈ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുകയും അത് നമ്മുടെ ഫിൽട്ടറിംഗ് സംവിധാനം, നമ്മുടെ ഈ അഫർമേഷൻ നടത്തിക്കൊണ്ടുള്ള നാം രൂപീകരിച്ച വിശ്വാസങ്ങളിലൂടെ ഫിൽട്ടർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമുക്ക് മുന്നോട്ട് പോകാൻ ഏതൊക്കെ കാര്യങ്ങൾ നമ്മളെ സഹായിക്കുമോ അത്തരം കാര്യങ്ങളായിരിക്കും ബ്രെയിൻ ഫോക്കസ് ചെയ്യുകയും നമ്മുടെ കൺമുമ്പിൽ എത്തുകയും ചെയ്യുക. കാർണഗി മിൽട്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനം കാണിക്കുന്നത് സെൽഫ് അഫർമേഷൻ സിസ്റ്റം നമ്മുടെ ബ്രെയിനിലെ റിവാർഡ് സെന്റർ അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതിലൂടെ നമ്മുടെ സ്ട്രെസ്സും പ്രോബ്ലം സോൾവിംഗ് സ്കില്ലുമെല്ലാം വർദ്ധിക്കുന്നു.
മറ്റൊരു പഠനം വ്യക്തമാക്കുന്നത് സെൽഫ് ടോക്ക് എന്നത് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ തടഞ്ഞു നിർത്തുകയും അതിനെ തടയാൻ നമ്മളെ സഹായിക്കുകയും അത് നമ്മുടെ സെൽഫ് ഐഡന്റിറ്റി സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ പിന്നിൽ, അഫർമേഷന്റെ പിന്നിലുള്ള സയൻസ്, ശാസ്ത്രം എന്ന് പറയുന്നത്. ഈ അഫർമേഷൻ നമ്മളെ വലിയ വലിയ ഗോളുകൾ കരഗതമാക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതിന് നമ്മളെ മോട്ടിവേറ്റഡ് ആയി ഏത് സമയത്തും നിലനിർത്തുന്നു. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ ഒരു സ്റ്റേജിലേക്ക് കയറുമ്പോഴോ അല്ലെങ്കിൽ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സിനെ ഇത് സാരമായി നിയന്ത്രിക്കുന്നു. ഇത് നമ്മുടെ സെൽഫ് ഡൗട്ടും സെൽഫ് ബിലീഫ്സിനെയും മാറ്റിക്കൊണ്ട് നല്ല വിശ്വാസങ്ങളും നമ്മളെ കുറിച്ചൊരു സെൽഫ് ലവും നമുക്കിതിന് കഴിയുമെന്ന ഒരു വിശ്വാസവും വളർത്തിയെടുക്കുന്നു. നമ്മുടെ ഇമോഷണൽ ഹെൽത്തും റെസിലിയൻസും എല്ലാം ഇത് ഇംപ്രൂവ് ചെയ്യുന്നു. ഈ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്, അഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് പരിശോധിക്കാം. നമുക്ക് നല്ല ഒരു അഫർമേഷൻ തയ്യാറാക്കാം. ഏതു തരത്തിലുള്ള ഗോളാണ് നാം ലക്ഷ്യം വെക്കുന്നത്, ഈ അഫർമേഷനിലൂടെ ഏതു തരത്തിലുള്ള മാറ്റമാണ് നാം ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രസന്റ് ടെൻസിൽ പോസിറ്റീവ് ആയിട്ടുള്ള വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അഫർമേഷൻ വേർഡുകൾ ഉണ്ടാക്കാം. ഉദാഹരണത്തിന്, കുറച്ചു നാളുകളെ കൊണ്ട് ഞാൻ ബെറ്റർ ആകും, ഞാൻ സക്സസ് ആകും എന്ന് ചിന്തിക്കുന്നതിന് മുന്നേ ഞാൻ സക്സസ് ആണ്, ഞാൻ അതിന് കേപ്പബിൾ ആണ് എന്ന രീതിയിൽ ചിന്തിക്കുക. അല്ലെങ്കിൽ ഞാൻ കോൺഫിഡന്റ് ആയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കോൺഫിഡന്റ് ആകും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഐ ആം കോൺഫിഡന്റ് ആൻഡ് കേപ്പബിൾ എന്ന രീതിയിൽ ചിന്തിക്കുക. ഞാൻ കോൺഫിഡന്റ് ആണ് എന്ന് നാം അഫർമേഷൻ നടത്തുക എന്ന രീതിയിൽ നാം അഫർമേഷൻ വേർഡുകൾ സെറ്റ് ചെയ്യുക. പ്രസന്റ് ടെൻസിൽ പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അഫർമേഷൻ വാക്കുകൾ ഉണ്ടാക്കുക. ചുരുങ്ങിയതും ഷോർട്ടായിട്ടുള്ളതും പോസിറ്റീവ് ആയിട്ടുള്ളതും പ്രസന്റ് ടെൻസിലുള്ളതുമായിരിക്കണം. രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടത് കീപ് ദം പേഴ്സണൽ ആൻഡ് അച്ചീവബിൾ. നമ്മളെ കുറിച്ച് വ്യക്തിപരമായിട്ടുള്ളതായിരിക്കണം, അതുപോലെ അത് അച്ചീവബിൾ ആയിരിക്കണം, നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം. അല്ല എങ്കിൽ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമ്മുടെ ബ്രെയിൻ തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം ആദ്യമൊക്കെ ചെയ്യേണ്ടത് നമുക്ക് കരഗതമാക്കാൻ കഴിയുന്ന, നമുക്ക് എളുപ്പത്തിൽ കരഗതമാക്കാൻ കഴിയുന്ന കാര്യങ്ങളെ ഇങ്ങനെ പ്രസന്റും പോസിറ്റീവും ഷോർട്ടുമാക്കിക്കൊണ്ട് അഫർമേഷൻ വാക്കുകൾ ഉണ്ടാക്കുകയും അത് നമ്മൾ ശീലമാക്കുകയും ചെയ്യുക. മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് റിപ്പീറ്റ് ഇറ്റ് ഡെയിലി. എന്നും അത് ചെയ്യുക. ഞാൻ എല്ലാ സമയത്തും പറയാറുണ്ട്, 21 ദിവസം മുതൽ 66 ദിവസം വരെ ഇത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ഫലം പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഡെയിലി ഇതാക്കുക. ഡെയിലി ഈ വാചകം പറയുക. രാവിലെ നമുക്ക് ഉറക്കെ പറയാം, ഉറക്കെ തന്നെ പറയുക. നമ്മുടെ ശരീരം കേൾക്കുന്ന രീതിയിൽ ലൗഡായിട്ട് തന്നെ ഇത് നമ്മൾ പറയണം. അതോടൊപ്പം നമുക്ക് ജേണൽ എഴുതാം. ഈ പോസിറ്റീവ് അഫർമേഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായ ഒരു എണ്ണം വെച്ച് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാം. അല്ല എങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്യുകയും അത് വീണ്ടും വീണ്ടും കേൾക്കുകയും ചെയ്യാം. അങ്ങനെ റെപ്പിറ്റേഷൻ ആണ് സക്സസിന്റെ കീ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിജയത്തിലേക്കുള്ള താക്കോൽ എന്ന് പറയുന്നത് നൈരന്തര്യമാണ്, നിരന്തരമായി ചെയ്യലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡെയിലി ഒരു നിശ്ചിത സമയത്ത് സമയം ഫിക്സ് ചെയ്തുകൊണ്ട്, കുറഞ്ഞ സമയമാണ് എങ്കിൽ പോലും അത് കൃത്യസമയത്ത് ലൗഡായിക്കൊണ്ട് തന്നെ നമ്മുടെ ശരീരം കേൾക്കുന്ന രീതിയിൽ പറയുകയോ എഴുതി വെക്കുകയോ അല്ല എങ്കിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് അത് റിപ്പീറ്റ് ആയിക്കൊണ്ട് കേൾക്കുകയോ ചെയ്യുക. നാലാമതായി, നമ്മൾ വെറുതെ ഒരു മന്ത്രം പറയുന്നതിനപ്പുറത്ത് അതിന്റെ സകല ഇമോഷൻസും നാം ഏറ്റെടുക്കുകയും ആ സമയത്ത് നമുക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളെയും നാം അനുഭവിക്കുന്നതായി മനസ്സിൽ കാണുകയും വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുക. അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത്, ഈ അഫർമേഷൻ പറയുന്നതോടൊപ്പം അതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ അഫർമേഷൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കുന്നതിനു പകരം അതിൽ നിന്ന് മോട്ടീവായിക്കൊണ്ട് അതിനനുസൃതമായി ആക്ഷനെ കൂടി പെയർ ചെയ്യുക. ഉദാഹരണത്തിന് നമുക്കിങ്ങനെ അഫർമേഷൻ വേർഡുകൾ ഉണ്ടാക്കാം. ഐ ആം കേപ്പബിൾ ഓഫ് ഓവർകമ്മിങ് ചലഞ്ചസ്. ഐ ആം ഫോക്കസ്ഡ്, കോൺഫിഡന്റ് ആൻഡ് കാം. I am creating the life I want, one step one time. ഇത് പറയുമ്പോൾ ഈ വേർഡിന്റെ ഒരു വൈബ്രേഷൻ ഉണ്ട്, പോസിറ്റീവായിട്ടുള്ള അതിന്റെ ഒരു എനർജി ഉണ്ട്. ആ എനർജിയെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നാം പറയുകയാണ് എങ്കിൽ നമുക്ക് നമ്മുടെ ഏതു ലക്ഷ്യത്തെയും ഏതു ഗോളിനെയും നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും, കരഗതമാക്കാൻ കഴിയും.
അതുകൊണ്ട് മനസ്സിലാക്കുക, അഫർമേഷൻസ് എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള വാക്കുകൾ മാത്രമല്ല, ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ബ്രെയിനിനെ റീപ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന ഒരു പവർഫുൾ ടൂളാണ് എന്ന് മനസ്സിലാക്കുകയും അത് ശാസ്ത്രത്തിന്റെ പിൻബലമുള്ള, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദിവസവും ഡെയിലി ഈ പ്രാക്ടീസ് തുടരുകയും ചെയ്യുക. അങ്ങനെ തുടർന്നാൽ 21 ദിവസം മുതൽക്കു തന്നെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുന്നതും നിങ്ങളുടെ ചിന്തകൾ മാറുന്നതും പോസിറ്റീവായി മാറുന്നതും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും. 21 ദിവസം മുതൽ 66 ദിവസം വരെയാണ് ഒരു സാധാരണക്കാരന്റെ ബ്രെയിൻ റീപ്രോഗ്രാം ചെയ്യാൻ എടുക്കുന്ന സമയമെന്ന് മനസ്സിലാക്കി ഡെയിലി ഒരു കൃത്യസമയത്തു തന്നെ ഈ അഫർമേഷൻ പ്രാക്ടീസ് നടത്തുക. അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമെന്നത് സയൻസിന്റെ, ശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ പറയാൻ കഴിയും. അതുകൊണ്ട് അത് തുടരുക. നിങ്ങൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ മാറ്റിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണ് എങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും, ലൈഫ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുഴുവനും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും അത് കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക. ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്ന മറ്റൊരു സ്ട്രാറ്റജിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.